1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വാക്യം ഞാൻ വായിക്കാം. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? 9-10 വാക്യം. പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണം. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് നോമ്പിൽ 3-ാം ഞായറാഴ്ചയാണ്. കഴിഞ്ഞ 2 ഞായറാഴ്ചകൾ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ 2 വശങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ആദ്യത്തെ ആഴ്ചയിൽ കനാവിലെ കല്യാണം നടക്കുന്ന സമയത്ത് ആ വീട്ടുടമസ്ഥന് ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വേദന, അത് രോഗമാണ്. അത് മറ്റുള്ളവരുടെ മുന്നിൽ റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവം, മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരായിത്തീരുന്ന അനുഭവം. അതിൽ നിന്ന് യേശു ആ കുടുംബത്തെ രക്ഷിച്ച കാര്യമാണ് കനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ കാര്യം. അത് ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ്. കാരണം ഞാൻ പറയാറുണ്ട്, മനുഷ്യൻ്റെ മനസ്സിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാം രോഗമാണ്. ആ ഭവനത്തിലെ ഏറ്റവും വലിയ രോഗം എന്താണ്? സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവം. ആ രോഗഗ്രസ്തമായ സമൂഹത്തിൽ കർത്താവ് തൻ്റെ സൗഖ്യദായക ശുശ്രൂഷ നിർവഹിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് മർക്കോസ് സുവിശേഷം ആദ്യ ഭാഗത്തെ വാക്യമാണ്. ഒരു കുഷ്ഠരോഗി യേശുവിനോട് നിലവിളിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. മനസ്സുണ്ട്, അവനെ തൊട്ടു, അവന് സൗഖ്യം ലഭിച്ചു. അപ്പോൾ 2 സൗഖ്യദായക ശുശ്രൂഷകളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ഇവിടെ വായിച്ചതായിട്ടുള്ള ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ പക്ഷപാതക്കാരനെ കുറിച്ചൊരു പ്രസംഗം ചെയ്തു. കേട്ട ആളുകളൊക്കെ പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വൈകുന്നേരത്ത് കോരിത് സാറ് നോമ്പ് പ്രാർത്ഥനയോടനുബന്ധിച്ച് വൈകുന്നേരത്ത് കോരിത് സാറും ഒരു പ്രസംഗം ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കിതെല്ലാം പച്ചവെള്ളം പോലെ ഓർമ്മയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും പറയാത്ത ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. ചില ആളുകൾ കുറിച്ചെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞത് പറഞ്ഞു പോയാൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ഇന്നത്തെ ചിന്താവിഷയം അന്യോന്യം ഭാരങ്ങളെ ചുമക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. എന്താ ഞാൻ പറഞ്ഞത്? അന്യോന്യം ഭാരങ്ങളെ ചുമക്കാനുള്ള ദൈവത്തിൻ്റെ വിളി. അപ്പോൾ ഈ കഫർന്നൂം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. കഫർന്നൂം വാസ് ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ജീസസ് മിനിസ്ട്രി. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനമായിരുന്നു ഏത്? കഫർന്നൂം. യേശുക്രിസ്തു മശീഹയാണെന്ന് പ്രഖ്യാപിച്ച നാടാണ് കഫർന്നൂം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനമാണ് കഫർന്നൂം. രണ്ടാമത് പറഞ്ഞു, യേശു കർത്താവ് മശീഹയാണെന്ന് പ്രഖ്യാപിച്ച നാടാണ് ഈ കഫർന്നൂം എന്ന് പറയുന്നത്. പരസ്പര സഹകരണത്തിലൂടെ 4 കൂട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഒരപരന്, ഒരു പാവപ്പെട്ടവന് സമാധാനവും സൗഖ്യവും ലഭിക്കുന്ന കാര്യമാണ് ഇന്നിവിടെ എഴുതിയിരിക്കുന്നത്. അപരൻ്റെ അവസ്ഥകളെ കാണാനുള്ള കാഴ്ച. ഇന്നത്തെ പ്രതിദിന വേദപഠന സഹായിയുടെ 1-2 പോയിന്റുകളാണ് ഞാൻ കടമെടുത്തിരിക്കുന്നത്. മറ്റുള്ളവൻ്റെ അവസ്ഥകളെ കാണാനുള്ള കാഴ്ച. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 രീതിയിലുള്ള വേദനയാണ് അനുഭവിക്കുന്നത്. ദ ബേർഡൻസ് ഓഫ് ടുഡേ, റിഗ്രറ്റ്സ് അബൌട്ട് പാസ്റ്റ്, ദ ബേർഡൻസ് അബൌട്ട് ഫ്യൂച്ചർ. കഴിഞ്ഞ നാളുകളെക്കുറിച്ചുള്ള നൊമ്പരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഇന്നിനെക്കുറിച്ച് പ്രയാസപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ,
നാളെക്കുറിച്ചുള്ള ഭാരം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും, നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ടെന്നുള്ളതേ ഉള്ളൂ ഈ പ്രയാസം. അപ്പോൾ അത് 3 രീതിയിലുള്ള വേദനയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ നാളുകളെക്കുറിച്ച് നമ്മളെ തുറിച്ചു നോക്കുന്ന ചില ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ഇന്നിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, നാളെക്കുറിച്ചുള്ള ഭാരം. ഈ 3 അവസ്ഥകളെയാണ് നമ്മൾ ദർശിക്കുന്നത്. പക്ഷപാതക്കാരനെ സംബന്ധിച്ച് അവൻ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അന്നുണ്ടായിരുന്ന ഒരു വിശ്വാസം ഈ അമ്മയപ്പന്മാരും തലമുറകളും ചെയ്തതിൻ്റെ ഫലമാണ് ഈ പക്ഷപാതക്കാരൻ ഇങ്ങനെ ആയിപ്പോയതെന്നുള്ള ഒരു ചിന്താഗതി പഠിപ്പീര് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പഠിപ്പീര് ഈ പക്ഷപാതക്കാരനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരനുഭവമായിരുന്നു. എന്നാൽ യേശു കർത്താവ് എല്ലാവരുടെയും കർത്താവാണ്. അവൻ്റെ കണ്ണിൽ ആശയും ആവേശവും കണ്ടു. അവൻ്റെ കണ്ണിലെ ദൈവസ്നേഹത്തെ കണ്ടു. അവനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മൈ സൺ, യുവർ സിൻസ് ആർ ഫോർഗിവൻ. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഈ പാപം മോചിക്കുന്നതിലൂടെ ഒരു കർത്താവ് ഒരു വഴിക്ക് 2 വഴിയാണ് അവിടെ താഴെ ഇടുന്നത്. എന്താ കാര്യം? അവന് പാപമോചനം ലഭിക്കുന്നു, അതോടൊപ്പം എന്തോ ലഭിക്കുന്നു? സൗഖ്യവും ലഭിക്കുന്നു. അന്നത്തെ ആളുകളുടെ ആ ചിന്താഗതിക്ക് അനുസൃതമായി യേശു കുറിക്കൊള്ളുന്ന മറുപടിയാണ് നൽകുന്നത്. പാപത്തിൻ്റെ ഫലമായി രോഗവും പ്രയാസവും ഉണ്ടാകുന്നുവെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ചിന്താഗതികളോട് ചേർന്ന് കർത്താവ് പറയുകയാണ്, നിന്റെ മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ പാപം മോചിക്കുന്നതിലൂടെ എന്തോ ലഭിക്കും? സൗഖ്യം ലഭിക്കും, സമാധാനം ലഭിക്കും. സഹോദരൻ്റെ കണ്ണിൽ ആശയും ആവേശവും കാണുന്നതും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നതും അവനിലെ സൗഖ്യദായക ശുശ്രൂഷയുമാണ് വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ എന്ന് കർത്താവ് കണ്ടു. അവരൻ്റെ അവസ്ഥകളെ കാണാനുള്ള കാഴ്ചയാണ് ഇവിടെ ഈ പക്ഷപാതക്കാരിൽ നമുക്ക് കാണുന്നത്. രണ്ടാമത്, കൂട്ടായ്മയുടെ ശക്തി. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ശക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയുടെ കേന്ദ്രമാണ്. ഭവനം ഒരു നല്ല ഫെലോഷിപ്പിൻ്റെ കേന്ദ്രമാണ്. പല ഭവനങ്ങൾ ചേർന്ന് പ്രാർത്ഥനക്കൂട്ടങ്ങളുണ്ട്. എത്ര പ്രാർത്ഥനക്കൂട്ടം നമുക്കുണ്ട്? ചെറുതും വലുതുമായ 12 പ്രാർത്ഥനക്കൂട്ടങ്ങളുണ്ട്. 9 പ്രാർത്ഥനയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥനക്കൂട്ടങ്ങൾ 12 കൂടെ ചേരുമ്പോഴാണ് എന്തോ ഉള്ളത്? നമ്മുടെ ദേവാലയം ഉള്ളത്. ഏറ്റവും വലിയ ഫെലോഷിപ്പിൻ്റെ കേന്ദ്രമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അന്ന് ടി വിയും ഒന്നും കണ്ടുപിടിക്കാത്ത സമയത്ത് അപൂർവം വീടുകളിലൊക്കെ റേഡിയോ ഉണ്ട്. 55 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ്. അമ്മമാരെ ഒരുമിച്ച് ചേർന്ന് 3-4 പേര് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്തെങ്കിലും ഒരു ഭാരവിഷയങ്ങൾ അടുത്ത സഹോദരി പറയുമ്പോൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. ചിലപ്പോൾ മകളുടെ കല്യാണമാകാം, മകളുടെ രോഗത്തിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യമാകാം. അന്നത് അവിടെ തന്നെ നിൽക്കും. എന്നാൽ ഇന്ന് പറയാൻ പേടിയാണ്. കാരണം എന്താണ്? ഇത് നമ്മൾ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ഒക്കെ അങ്ങാടിപ്പാട്ടായിരിക്കും. അവർ വിളിച്ച് ചോദിക്കുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എന്നോട് 1-2 വിളി അവിടെ വന്നു. ഞാൻ എടുത്തില്ല. ചോദിച്ചവൻ പറഞ്ഞ്, ഇവിടെ എന്തുവായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഒന്നുമില്ല, ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആളുകൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിലുള്ള കൂട്ടായ്മയുടെയും കരുതലും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാത്താൻ ജയമെടുക്കുവാൻ ഇടവരരുത്. 4 പേര് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അച്ഛനെ അനുഗ്രഹിക്കണമേ, അസിസ്റ്റ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ, ഇന്ന് വലിയ രോഗശാന്തി ശുശ്രൂഷ, ആത്മീയ ആ പിന്തുടർച്ച ഈ ദേവാലയത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ച എത്ര സഹോദരിമാർ, എത്ര സഹോദരന്മാരുണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഉണ്ടോ? എത്ര പേരുണ്ട് പ്രാർത്ഥിച്ചത്? ഇന്നത്തെ ഈ ആരാധന അനുഗ്രഹപൂർണ്ണമായി തീരണമേ, കർത്താവെ എന്നോട് ദൈവവചനത്തിൽ നിന്ന് ഘോഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വന്ന എത്ര പേരുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, സാത്താൻ എന്ത് ചെയ്യരുത്? ജയം എടുക്കരുത്. ഞാൻ ഒരുപാടടുത്ത് പ്രസംഗിച്ച് പറയും, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കരുത്, ഒറ്റയ്ക്കിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കരുത്. കാരണം എന്താണ്? ആ സമയത്ത് സാത്താൻ നിൻ്റെ അടുത്ത് വരും. 4 പേര് ചേർന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ ആ പ്രാർത്ഥന ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, അത് മുഴുവനായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി മാറണം. അതൊരിക്കലും സാത്താൻ ജയമെടുക്കാനിടവരുത്. ജയം കൊള്ളുന്ന
ആ കർത്താവിന് ജയം കൊള്ളുന്ന പ്രാർത്ഥനയായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ആരാധനയിൽ പക്ഷപാതം പിടിച്ചതായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവമുണ്ട്. കവർന്നൂമിലെ പക്ഷപാതക്കാരനെ കൊണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? കവർന്നൂമിലെ പക്ഷപാതക്കാരനെ കൊണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? എന്നാൽ നിങ്ങളുടെ ഇടയിലുള്ള പക്ഷപാതം, അതിനേക്കാളും കൂടുതൽ എൻ്റെ മനസ്സിലുള്ള പക്ഷപാതം, അത് മാറണം. പണ്ട് ഈ മദനി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, അഹങ്കാരം നല്ലതല്ലോ. അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്, അഹങ്കാരം നല്ലതല്ല, നീളം ഒരിക്കലും നല്ലതല്ല. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ തിരുമേനിയുടെ നേതൃത്വത്തിൽ, തീത്തോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ഭദ്രാസനം കഴിഞ്ഞ 2 വർഷമായി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വിശുദ്ധ കുർബാന വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയെ കൈക്കൊള്ളുന്നതായിട്ടുള്ള ദേവാലയം വിശുദ്ധമാണ്. ഇവിടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ വന്ന ശേഷം എല്ലാ പ്രാർത്ഥന കൂട്ടക്കാരോടും എല്ലാ സംഘടനക്കാരോടും പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ പ്രാർത്ഥനക്കൂട്ടവും സംഘടനകളും ഈ ആരാധനയ്ക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ധാരാളം ആളുകൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നതിനും പാഠം വായിക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്നതിനും വചന ശുശ്രൂഷ നിർവഹിക്കുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദോഷം അതാണ്. ഭയങ്കര അപരാധമായിപ്പോയി. എന്നാൽ അപരാധമല്ല, നിങ്ങളുടെ ഭാഷയിൽ ഞാൻ ചെയ്തതാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ ഓരോ ശുശ്രൂഷയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പാഠം വായിക്കുവാനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? അയാൾ എന്തുവാ കരയുന്നത്, അല്ലെങ്കിൽ അവൾ എന്തുവാ കരയുന്നത് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ശൈലിയിൽ അവർ വായിച്ചിട്ടുണ്ട്, അവരുടെ ശൈലിയിൽ അവർ വായിക്കുന്നു. ഇങ്ങനെയുള്ള കമൻറ്റുകൾ നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും ദേവാലയത്തിൽ വരാൻ പാടില്ല. ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആദ്യ സമയങ്ങളിലൊക്കെ ദേവാലയത്തിൽ പാഠം വായിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എല്ലാം കമൻറ്റ് പറയുന്ന ധാരാളം ചെറിയ ഒരു ഫ്യൂ പേഴ്സൺസ് അതാത് സ്ഥാനങ്ങളിലുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആളിനെയൊന്നും അറിയത്തില്ല, ഞാൻ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ദേവാലയത്തെ അശുദ്ധമാക്കുകയാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധ കുർബാന ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അത് മ്ലേച്ഛമായിട്ടോ അശുദ്ധമായിട്ടോ കൈക്കൊണ്ടാൽ അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരുമാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തന്നെത്താൻ ശോധന ചെയ്യാതെ ഇരുന്നാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് 3 കാര്യങ്ങൾ പരമേൽപ്പിച്ചാണ് ഞാൻ ഇവിടുന്ന് ആളുകളെ വിടുന്നത്. ഞാൻ മാത്രമല്ല, വിശുദ്ധ കുർബാന എടുക്കുന്ന എല്ലാവരും. 1 ഓർമ്മയുണ്ടോ? 1 രോഗശാന്തി, രോഗസൗഖ്യം. 2 പാപമോചനം. 3 സമാധാനം. ഇത് 3 കൂടെ ചേരുമ്പോഴാണ് 4മതൊന്നുകൂടെ കിട്ടുന്നത്. എന്താ? എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. ഇതില്ലാതെ ഒരു ശുശ്രൂഷയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ മരിച്ചുപോയ സഭയുടെ ഒരു സെക്രട്ടറി, നമ്മുടെ വർഗീസ് സാർ, അദ്ദേഹത്തെ അടക്കിയിരുന്ന സെൻറ് തോമസ് പള്ളിയിലാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഈ അച്ഛൻ്റെ ആ ഫോക്കസ് വളരെ നല്ലതാണ്. നമ്മുടെ കുർബാനയിലെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് ഈ 4 കാര്യം ആണെന്ന് പറഞ്ഞു. ഞാൻ വന്ന ആദ്യ ഞായറാഴ്ച ആരാ വന്നതെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഈ ഇവിടെ കപ്പും ഒക്കെ ഇരിപ്പുണ്ട്, ആ കപ്പിനകത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഞായറാഴ്ച ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല ആരാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഈ കോവിഡ് കാലത്ത് കപ്പിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ചിലയിടത്ത് വായിൽ കൊടുക്കുന്നു. ഇതിൻ്റെ പേരിൽ ആരും രോഗികളായി തീരുന്നില്ല. പ്രഥമ ഭാഷ പറഞ്ഞാൽ ഇത് വായിൽ കൊടുക്കുന്നതുകൊണ്ട് ആരും രോഗികളായി തീരുന്നില്ല. അങ്ങനെ രോഗം ഉണ്ടെങ്കിൽ മൊത്തം മരിച്ചോട്ട്, കുഴപ്പമില്ല. എന്നാൽ ഇത് കപ്പ് എടുത്തു അല്ലാത്തവർക്ക് വീഞ്ഞു കൊടുക്കുന്നു. ഇത് നമ്മുടെ തിരുവല്ല SC പള്ളിയിൽ ഇതാണ് ചെയ്യുന്നത്. മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ സിംഹാസനം ഇരിക്കുന്ന സിംഹാസന പള്ളിയിൽ ഈ രീതിയാണ് തുടരുന്നത്. ശേഷം വരുന്നവർക്ക് കപ്പ് തീർന്നു കഴിയുമ്പോൾ വായിൽ കൊടുക്കും. ഞാൻ അവിടുന്ന് അപ്പവീഞ്ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പം ചട്ടിയും കലം എടുത്തുകൊണ്ട് വരുന്ന ചില സ്ത്രീകളില്ലയോ, ചട്ടിയും കലം അച്ഛൻ എടുത്തുകൊണ്ട് വരുമെന്ന് പറയുന്ന ചില സ്ത്രീകളില്ലയോ, പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് കേട്ട് ചിരിക്കാൻ നടക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്, 2 കണ്ണം. ഇതിനകത്ത് അധ്യാപകരുണ്ടോ, മുൻ അധ്യാപകരുണ്ടോ, സേവാസംഘാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദേവാലയത്തെ അശുദ്ധമാക്കുമല്ലയോ? നമ്മുടെ വായെ നമ്മൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം.
ഞങ്ങൾക്ക് പട്ടം തരുമ്പോൾ മെത്രാപ്പൊലീത്ത തിരുമേനിയോ അത് ചുമതലയേറ്റുന്ന എപ്പിസ്കോപ്പന്മാരോ പറയും, വേദവിരീതികളോടും വേദവിരീതികളോടും അജ്ഞാനികളോടും ശുദ്രക്കാരോടും നീ കൂട്ടുകൂടുകയോ ദൈവവിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കലുമായി നീ ചേരുകയോ ചെയ്യാതിരിപ്പാൻ നീ എത്രയും സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. ആയതിന് വിരുദ്ധമായി നീ പ്രവർത്തിക്കുമ്പോൾ ദൈവസഭയിൽ നിന്ന് നീ തള്ളപ്പെട്ടവനായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം. ഈ അപവ്യഞ്ജനങ്ങൾ ഒരിക്കലും ചട്ടിങ്കലാണോ? ഇത് കർത്താവിൻ്റെ കാൽവറിയിലെ അപവ്യഞ്ജനങ്ങളാണ്. ഇത് കണ്ടു ചിരിക്കാനായിട്ട് നടന്നു. ഇത് പറയുന്നവളും കണ്ടു ചിരിക്കുന്നവളും ദൈവവചനത്തെയും ദേവാലയത്തെയും അശുദ്ധമാക്കുകയാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. നീ അജ്ഞാനികളോടും ദൈവവിശുദ്ധമായി പ്രവർത്തിക്കുന്നവരോടും ചിന്തിക്കുന്നവരോടും കൂട്ടുകൂടുകയോ ശുദ്രക്കാരോടും കൂടോത്രം ചെയ്യുന്നവരോടും നീ ഒരിക്കലും ഇണചേരുകയോ ചെയ്യാതിരിപ്പാൻ ഈ വിശുദ്ധ കുർബാനയിലൂടെ നീ ശ്രമിക്കണം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തിൽ ഉപവസിപ്പാനും സേവാസംഘത്തിന് വരുന്ന 10 സഹോദരിമാരുണ്ട്. ചിലപ്പോൾ 15 ആകാം, 20 ആകാം. അവിടെ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീ ചെന്ന് ഫോൺ വിളിച്ച് ചിലടത്ത് പറയും. ആരാണെന്ന് നമുക്കറിയത്തില്ല. അതെല്ലാം കേട്ട് കമൻറ്റും പറഞ്ഞ് ആ ആഴ്ച മുഴുവൻ ഡിസ്കഷൻ നടത്തി ദേവാലയത്തിൽ വന്ന് സ്തോത്രം പറയും. എങ്ങനെ ഈ വായിൽ സ്തോത്രം വരുന്നു എനിക്ക് അറിയുകയില്ല. എന്നാലിപ്പോൾ യുദ്ധം നടന്നപ്പോൾ ഈ പറഞ്ഞ പുള്ളികളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. അതിനാണ് വല്യരുമേനി പണ്ട് പറഞ്ഞത്, സദാം ഹുസൈന് ഞാൻ ആ സ്തോത്രം പറയാം. കാരണം സദാം ഹുസൈൻ അവിടെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ പള്ളികളിലെല്ലാം ആൾ കൊള്ളാതെ പന്തലിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആൾ കൂടി. അല്ലാത്തപ്പം പള്ളിയിൽ ആളില്ല. അതാണ് കാലം ചെയ്ത വല്യരുമേനി പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ല. അപ്പോൾ നമ്മൾ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ അച്ഛന്മാരാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും ഞങ്ങൾ എല്ലാവരുടേതുമാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എല്ലാവരുടെയും ആളാണ്. നിങ്ങൾക്ക് വിരോധമുള്ളവർ എൻ്റെ ശത്രുക്കളായി തീരാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. നിങ്ങൾക്ക് വിരോധമുള്ള ആളുകളെ ഞാൻ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും എന്നോട്. അവരോട് ഞാൻ വർത്തമാനം പറഞ്ഞാൽ ഒളിച്ചു നോക്കിയേച്ച് പറയുന്നു, എല്ലാവരുമായിട്ട് എന്ത് വരുന്നു ഇത്രയും. ഞാൻ പറഞ്ഞു, അവരുടെ സ്വത്രാഴ്ച പൈസയും കൂടെ അല്ലേ എനിക്ക് ശമ്പളം തരുന്നത്, അവരുടെ മാമോദിസ പൈസ അല്ലേ എനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ എല്ലാവരുടെയും ആളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും അഹങ്കാര മനോഭാവവും വായിൽ നിന്ന് വരുന്ന വാക്കുകളും നീയും ഞാനും ശ്രദ്ധിക്കണം. അഹങ്കാരം നല്ലതല്ല. ഒരു മുസ്ലിം നേതാവ് പറഞ്ഞതാണ്. നിഗളം ഒരിക്കലും നല്ലതല്ല. ശുദ്ധ അശുദ്ധ നിയമങ്ങളെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ വലിയ പഠിപ്പീര് നടന്ന ഒരു കാലഘട്ടമുണ്ട്. ഇവിടെ ഒരു 7-8 സഹോദരിമാർ മാമോദിസ കുഞ്ഞുങ്ങളെ മുക്കുന്നതിന് മുമ്പ് അവർ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ടുണ്ട്. ചിലർ സൈഡ് റൂമിൽ വന്ന് എന്നെ പ്രാർത്ഥിച്ച ശേഷമാണ് വിശുദ്ധ കുർബാന കൈക്കൊണ്ടുള്ളത്. അതിനകത്ത് ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് സ്ത്രീകൾ അവൾ 56 കഴിയാതെ അല്ലെങ്കിൽ 90 കഴിയാതെ മാമോദിസ മുങ്ങാതെ പോയി ഖുർആൻ ഉണ്ടാകാൻ പോയേക്കുന്നു എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട്. ഞാൻ ഇരുന്ന ചില സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ 3-4 പ്രസംഗം പിന്നെ അതായിരിക്കും. ഇവിടെ ഞാൻ അങ്ങനെ പ്രസംഗം ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് മോത്തിയച്ഛൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ വന്നു. ഒട്ടാരെ കൺവെൻഷനിലും പറഞ്ഞു, ഈ സ്ത്രീകൾക്ക് അശുദ്ധി ഉണ്ടെന്ന് പറയുന്നു. ഈ പ്രസവിക്കാൻ കാരണമായി തീർന്ന പുരുഷന് അശുദ്ധി ഉണ്ടോ? പറ, പുരുഷന്മാർ പറ, അശുദ്ധി ഉണ്ടോ? ഞങ്ങൾ മതമായ ശുശ്രൂഷ വരെ ചെയ്യുന്നു, ഞങ്ങൾക്ക് അശുദ്ധി ഉണ്ടോ? അതുകൊണ്ട് ദൈവം നമുക്ക് മക്കളെ നൽകുന്ന എന്തോതിൻ്റെ ഭാഗമാണ്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെയും അനുഗ്രഹിക്കുന്നതിൻ്റെയും ഭാഗമാണ്. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ അനേകായിരം ലക്ഷങ്ങൾ കോടികൾ നേർച്ച കാഴ്ചകൾ കഴിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ ഭവനങ്ങളിലുമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. അതുകൊണ്ട് മാമോദിസ മുങ്ങുന്നതിന് മുമ്പ് ഒരു പെങ്കൊച്ച് വന്ന് വിശുദ്ധ കുർബാന കൈക്കൊണ്ടാൽ അത് കമൻ്റ് അടിച്ച് അത് കളയുന്നു. അതൊക്കെ ആ നിയമങ്ങളൊക്കെ അതൊക്കെ മാറണം. ഈ വർത്തമാനങ്ങൾ മാറണം. അതിനാണ് ഞാൻ ചോദിച്ചത്, ആ കുട്ടി പ്രസവിക്കുവാൻ കാരണമായി തീർന്ന പുരുഷൻ അശുദ്ധിയുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം. ഇത് ഞാൻ ചോദിക്കുന്നതല്ല,
മൂത്തിയച്ഛൻ ചോദിക്കുന്നതാണ്, പറഞ്ഞതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേറൊരു ഭദ്രാസനത്തിലോട്ട് മാറി, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലോട്ട് മാറി. അതിന് മുമ്പ് 10 വർഷത്തോളം ഈ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലായിരുന്നു. ഈ ഭദ്രാസനത്തിൽ തിമോത്തിയോസ് തിരുമേനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പള്ളിയിൽ ധൂപക്കുറ്റി വീശി. അച്ഛന്മാരുടെ മീറ്റിങ്ങാണ്, കുറച്ച് ജനങ്ങളും വന്നിട്ടുണ്ട്. അന്ന് ജനങ്ങൾക്ക് കൂടെ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോടെ അവസാനിക്കും, അച്ഛന്മാർ പിന്നെ വൈകുന്നേരം വരെ ഇരിക്കും. അവിടെ ഒരു അച്ഛൻ, മുതിർന്ന അച്ഛനിപ്പോൾ റിട്ടയർ ചെയ്തു, ആ അച്ഛൻ ധൂപക്കുറ്റി വീശുക. അപ്പോൾ തിരുമേനി പറഞ്ഞു, അച്ഛാ ഈ പള്ളിയിൽ വേറെ ആരുമില്ലയോ ധൂപക്കുറ്റി വീശാൻ? അപ്പം അച്ഛൻ പറഞ്ഞു, കപ്പ്യാർ സുഖമില്ലാതെ ആശുപത്രി കിടക്കുക. അന്നേരം തിരുമേനി പറഞ്ഞു, അതൊരു കാരണമല്ല. അച്ഛൻ ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് ഒരാളിനെ ധൂപക്കുറ്റി വീശാൻ അച്ഛൻ പഠിപ്പിക്കാൻ ചെന്താ. ഞാനത് കേട്ട ഉടനെ മുളവനെ പള്ളിയിൽ പോയി 13 പേരെ ധൂപക്കുറ്റി വീശാൻ പഠിപ്പിച്ചു. എത്ര? 13 പേരെ. ഇന്നും അവരുണ്ട് അവിടെ. മുളവന പള്ളിയിലെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് 1-2 പിള്ളേർ വീശിയപ്പോൾ അതിനകത്ത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ, കാരണം അവന് വീശാനുള്ള, മധുവായി കയറി വീശാനുള്ള യോഗ്യതയുണ്ടോ? അവൻ്റെ വല്യപ്പൻ പണ്ട് മീൻ കച്ചവടമായിരുന്നു, അല്ലെങ്കിൽ തെങ്ങുകയറ്റമായിരുന്നു, അവനെന്തിനാണ് വീശുന്നേ? അപ്പോൾ ആ കൊച്ചുങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു, നിന്നെ എന്നാ കപ്പ്യാരാക്കിയെന്നൊക്കെ ചിലർ ചോദിച്ചെന്ന് പറഞ്ഞു. പിന്നെ 2-3 വർഷം എൻ്റെ 2-3 വർഷം അതായിരുന്നു. നമ്മുടെ ഈ ബാബുച്ചാനിവിടെ ധൂപക്കുറ്റി വീശിയപ്പോൾ ചില സ്ത്രീകളിലൂടെ ചോദിച്ചെന്ന് പറഞ്ഞു, അച്ഛനെ അതിനകത്ത് നിന്ന് മാറ്റി വന്നു. അച്ഛൻ ഇവിടെ പരാതി പറഞ്ഞു, കമ്മിറ്റി വരെ അത് ചർച്ച ചെയ്തൊരു കാര്യമാണ്. അച്ഛനിപ്പോൾ ഒരു കൈയും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾ ഓർക്കണം. അച്ഛനൊരു സഹായമായിട്ടാണ് ഇപ്പോൾ 2 പേര് അവിടെ നിന്ന് ഈ ധൂപക്കുറ്റി വീശുന്നത്. ധൂപക്കുറ്റി വീശുന്നത് ഇന്നാരെ ഉണ്ടെന്നുണ്ടോ? ഞാനന്നേരം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല, പള്ളിക്കും അച്ഛനും കൂടെ ഒരു കുമാവൽ വെക്കാനാണ് ഇത് ചോദിച്ചെന്ന് പറഞ്ഞു. അത് സ്നേഹം കൊണ്ടല്ല. അതുകൊണ്ട് ഗൾഫിൽ ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയ ഒരാളാണ്. മാർത്തോമാ സഭയിൽ കൊച്ചു ഒരുതി വിദേശത്ത് ദുബായ് പോലുള്ള പള്ളിയിൽ ആരും കൊതിക്കുന്ന പള്ളിയാണ്. അവിടെ ഇരുന്ന ആളാണ്, കൊച്ചച്ഛനായിരുന്നു. 20 വയസ്സ് എനിക്ക് കുറവാണ്. അവിടെ ക്യൂ നിൽക്കുക ധൂപക്കുറ്റി വീശാൻ. ആ ക്യൂ നിന്ന് ധൂപക്കുറ്റി വീശ ഒരാൾ ഇന്നിപ്പോൾ വലിയൊരു കമ്പനി നടത്തുന്ന മോലാളിയാണ്. ആ മോലാളിയുടെ കമ്പനിയിലാണ്, എന്നെക്കാളും പ്രായം കുറവാണ്, മോലാളിയുടെ കമ്പനിയിലാണ് എൻ്റെ മോൻ ജോലി ചെയ്യുന്നത്. ഏതാണ്ട് 300ഓളം ആളുകൾ ആ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നീ ധൂപക്കുറ്റി തൊടുമ്പോൾ നിനക്ക് നാണക്കേടല്ലേ? അല്ലേ? മധുവായിൽ അസിസ്റ്റ് ചെയ്യാൻ കയറുമ്പോൾ നിന്റെ നാണക്കേടല്ലേ? നീ കമൻറ്റ് പറഞ്ഞ് ആരാധനയെ നിന്ന് ഓടിക്കുമ്പോൾ നിന്റെ സന്താനങ്ങൾ അനുഭവിക്കുന്നുള്ള കാര്യം നീ ഒരിക്കലും മറന്നു പോകരുത്. ദേവാലയത്തിലിരുന്ന് ആകാത്ത വാക്കുകൾ സംസാരിക്കുകയും ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളിനെ കുറിച്ച് കമൻറ്റ് പറഞ്ഞ്, അത് ആരോ ആയിക്കോട്ടെ, ഒരിക്കൽ പാഠം വായിക്കാനോ ആകാം, സ്വതന്ത്രാഴ്ച എടുക്കാനാകാം, കൈസൂർ എടുക്കുന്നതിനാകാം, കമൻറ്റും പറഞ്ഞ് അവരെ അവഹേളിക്കുന്നത് ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ശുശ്രൂഷയാണെന്ന് പറയുവാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. 6 മാസം കഴിയുമ്പോൾ ഇവിടെ ഒരു പുതിയ അച്ഛനെ വെക്കും. ഇപ്പോഴേ ഓരോരുത്തർ പിടി തുടങ്ങി ഇങ്ങോട്ട് വരാൻ വേണ്ടി. ശാന്തമായ ഒരു പള്ളിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴല്ലോ ആന്തമുണ്ടോ ഇല്ലോ എന്നൊക്കെ അറിയുന്നത്. അപ്പം 6 മാസം കഴിയുമ്പോൾ പുതിയ അച്ഛനെ വെക്കും. അന്നേരം നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കമൻറ്റുകൾ പറയും. അയാൾ എങ്ങനെ ഉണ്ട്, നെല്ലിക്കുന്നംകാരനാണോ, വെലങ്ങരക്കാരനാണോ, കൊട്ടാരക്കാരനാണോ, നീലേശ്വരംകാരനാണോ എന്ന് ഒരേ കമൻറ്റ് പറയും. അച്ഛനോട് വന്ന് ബുദ്ധിമാനാണെങ്കിൽ എല്ലാം കണ്ടുപിടിക്കും. ഈ പറയുന്ന നോക്കുള്ളതൊക്കെ ജാതകം വരെ അച്ഛൻ കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മുൻവിധിയോടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം പക്ഷപാതമാണ് എന്നുള്ളത് ഓർക്കണം. ആരാധനയ്ക്ക് യോഗ്യമായ വസ്ത്രധാരണം ധരിച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കുകയും കമൻറ്റ് പറയുകയൊക്കെ ചെയ്തു. തിരുമേനിമാർ അങ്ങനെ ഇടുന്നു ഇങ്ങോട്ടൊന്നൊക്കെ പറഞ്ഞു. ഓർത്തഡോക്സ് സഭയുടെ വളരെ സുന്ദരനായ ഒരു തിരുമേനിയാണ് സെറാഫീൻ തിരുമേനി. നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സെറാഫീൻ തിരുമേനിയാണ്. തിരുമേനി ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ടാണോ പോകുന്നത്? ആണ്. എന്തിനാ? സ്കൂളിൻ്റെ നിയമം, ഇല്ലെങ്കിൽ സാറ് അതിനകത്ത് കയറ്റത്തില്ല അല്ലേ, യൂണിഫോം ഇട്ട് ചെന്നില്ലെങ്കിൽ. അപ്പം ആ സ്കൂളിനേക്കാളും എത്രയോ മ്ലേച്ഛമായിട്ടാണ് ദേവാലയത്തെ കാണുന്നത്. ഇപ്പോഴും ചാണകം വരുന്ന ടീഷർട്ട് ഇട്ട് കൈസൂരിയും സ്വത്രാഴ്ച എടുക്കാൻ വരുന്നില്ലേ? അപ്പം ഞാൻ എൻ്റെ അടുത്തിന് നാളിനോട് ഞാൻ പറഞ്ഞു, ഞാനിത് പറയുമ്പോഴേ ഉള്ളൂ ഇളമ്പക്കാർക്ക് കുഴപ്പം. ചിലർക്ക്, എല്ലാവരും ഇല്ലേ, 2-3 പേർക്ക്. നാണ്ട് തിരുമേനി നാണ്ട് ചെവി വിളക്കെ നാണ്ട് പറഞ്ഞേക്കുന്നു, നാണ്ട് കേട്ടോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്കൂളിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും ദേവാലയത്തിന് നമ്മൾ കൊടുക്കാറില്ല. ഒരു റെയിൽവേ പോർട്ടർക്ക് അതിൻ്റെ യൂണിഫോം ഉണ്ട്, അച്ഛനൊരു യൂണിഫോം ഉണ്ട്, ഒരു ബിഷപ്പിനൊരു യൂണിഫോം ഉണ്ട്.
അതുപോലെ തന്നെ ഒരു ഡ്രൈവർക്ക് ഒരു യൂണിഫോം ഉണ്ട്, ഒരു ടാക്സി ഡ്രൈവർക്ക് അതിൻ്റെ യൂണിഫോം ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഡ്രസ് കോഡ് റിവീൽസ് അവർ ഐഡൻറ്റിറ്റി. നമ്മുടെ സത്വബോധം എന്താണെന്ന് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് നമ്മുടെ ഡ്രസ് കോഡ്. ഒരാളിനെ വസ്ത്രധാരണത്തെ അറിയാം, അവൻ വെറും തൊട്ടിയാണോ അല്ലാത്തവനാണോ ഡീസൻ്റ് ആണോ ബിഹേവിയർ ഉള്ളവനാണെന്ന് വസ്ത്രധാരണത്തിലാണ് അറിയുന്നത്. അത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മൂത്തിയച്ഛൻ വളരെ തീവ്രമായ ഒരു വാക്ക് ഉപയോഗിച്ചു. അത് ചൊവ്വാഴ്ചത്തെ മൂത്തിയച്ഛൻ്റെ പ്രസംഗം എടുത്ത് നോക്കിയാൽ മതി. അത്താനാസ് തിരുമേനിയുടെ ഒരു വാചകം കോട്ട് ചെയ്താണ് തിരുമേനി പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത്. തിരുമേനി അവിടെ ഉണ്ട്, വേറൊരു തിരുമേനി കൂടെ ഉണ്ടെന്ന് എൻ്റെ ചിന്ത. മൂത്തിയച്ഛൻ പറഞ്ഞു, അത്താനാസ് തിരുമേനി പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഇനി തിരുമേനിയോട് കുഴി പോയി ആരും ചോദിക്കത്തില്ലല്ലോ. ശരി, ഓക്കെ. അച്ഛന്മാരെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ചിലർക്ക് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവാത്തത് അലവലാദികൾക്കും ചെറ്റകൾക്കും മനസ്സിലാവുകയില്ല, അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവും. ചൊവ്വാഴ്ചത്തെ യൂട്യൂബ് എടുത്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറയത്തില്ല, എനിക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ നോക്കിയാണ്. അത്താനാസ് തിരുമേനി പറഞ്ഞൊരു കാര്യം തിരുമേനിയുടെ മുമ്പിൽ വെച്ച് മൂത്തിയച്ഛൻ പറഞ്ഞതാണ്. അത് ഡ്രസ് കോഡിനെ കുറിച്ചും ആരാധനയ്ക്ക് ഇരിക്കുന്നതിനെക്കുറിച്ചും, കുർബാന ആയിരുന്നല്ലോ പ്രസംഗ വിഷയം, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. മൂത്തിയച്ഛൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ലേ. അപ്പം നമ്മൾ ചില വാക്കുകൾ നമ്മുടെ കാര്യങ്ങളൊക്കെയും ദേവാലയത്തിൽ എന്തുമാകാം, ഡ്രസ് കോഡ് ഉണ്ടാകണം, കമൻറ്റുകൾ ഒഴിവാക്കണം, പ്രാർത്ഥനയുടെ ശബ്ദം ദേവാലയത്തിൽ ഉയരണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ദേവാലയം അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ 2 ആഴ്ച കൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പറയും വാക്കും പ്രവൃത്തിയും ശരിയാവണം. ഇത് തന്നെ ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം. വാക്കുമില്ല, പ്രവൃത്തിയില്ല. വാക്കും പ്രവൃത്തി ഇല്ലാത്തവരാണ് സ്വോത്രം പറയുന്നത് മൊത്തം. സ്വോത്രമായി മാറിയിരിക്കുക, വാക്കും പ്രവൃത്തി. രണ്ടാമത് പറയും മധുവായിൽ പിള്ളേർ കാരണം സ്വന്തം വീട്ടിലെ സംഭാഷണങ്ങൾ നല്ലതായിരിക്കണം. മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കണം. അച്ഛനെയും തിരുമേനിയെയും ശിവസാറിനെയും കമ്മിറ്റി അംഗങ്ങളെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരെയും മറ്റുള്ളവരെയും അവഹേളിച്ചും മ്ലേച്ഛമായും സംസാരിക്കുന്ന കുട്ടി ഒരിക്കലും ദേവാലയവുമായി ബന്ധപ്പെടുകയില്ല. മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്ന പക്ഷപാതശീലം നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ശക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ പറയാനായിട്ട് ഇടവന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ എൻ്റെ സമയം കഴിഞ്ഞു. തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം. ഒരു ചെറിയ ചാറ്റമഴ പെയ്താൽ അന്ന് ആരാധന വേണ്ട, പക്ഷെ ഇൻ്റർവ്യൂവിന് പോവും. ഒരു ചെറിയ കാർമേഘം വന്നാൽ അന്ന് ദേവാലയത്തിൽ പോവില്ല, പരീക്ഷയ്ക്ക് പോവും, പോതില്ലേ? അപ്പം നമുക്ക് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാധനയിൽ നിന്ന് നമ്മളെ തള്ളിക്കളയുന്നത് ഒരിക്കലും ആകരുത്. നിന്നെ വിളിച്ചിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ഗോഡ്സ് കോൾ. ദൈവത്തിൻ്റെ വലിയ വിളിയാണ് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നത്. ഇളമ്പപ്പള്ളി വളരെ ശക്തിയുള്ള ഒരു പള്ളിയാണ്. 161 വർഷത്തെ പാരമ്പര്യം. നമുക്ക് ഓർമ്മയില്ലാത്ത അനേകം ആളുകൾ ഈ മതവായിൽ ശുശ്രൂഷ ചെയ്തു, ഈ ദേവാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. അവരുടെ കാൽപ്പാടുകൾ വീണ ഒരു ദേവാലയമാണ്. അന്നൊരു നല്ല കഞ്ഞി കുടിച്ചിട്ട് വന്ന് ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം 150 വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട മാതാപിതാക്കൾക്ക് ലഭിച്ചില്ല. ഇന്ന് ഞാൻ നിങ്ങൾ മുന്തിയ വണ്ടിയിൽ, എൻ്റെ വണ്ടിയാണ്ട് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കണ്ടിരിക്കുക. പണ്ടാതെ എനിക്കൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. പട്ടം കിട്ടി 4 വർഷം വരെ ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ വിദേശത്ത് പോയി വണ്ടി ഓടിച്ചു. 120-130 കിലോമീറ്റർ സ്പീഡിൽ UAE മുഴുവൻ മുക്കിലും കൂണിലും. അവിടെ ചെന്ന ആളുകൾക്ക് വഴി ബ്ലോക്കാകുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെയൊക്കെ ദൈവം എന്നെ ഉയർത്തി. എന്നാൽ പട്ടം കിട്ടി 4 വർഷം വരെ ഒരു സൈക്കിൾ പോലും അറിയത്തില്ലായിരുന്നു. ഒരു മനുഷ്യനെ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യം പറയുവാൻ അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മനുഷ്യൻ്റെ പക്ഷപാതം രോഗങ്ങളെ മാറ്റി മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ആ ദൈവവചനത്തിന് മുന്നിൽ നിലനിൽപ്പാനായിട്ട് ആമേൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുരയുടെ റൂഫ് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് ഇറക്കി വയ്ക്കുന്നതിന് തടസ്സമായിരുന്നില്ല. ഇന്ന് നമുക്കെല്ലാം തടസ്സങ്ങളാണ്. ഉപവാസത്തിന് വരാൻ തടസ്സം, സ്ത്രീയാസനത്തിന് വരാൻ തടസ്സം, ഇടവമിഷന് വരാൻ തടസ്സം, പ്രാർത്ഥനക്കൂട്ടങ്ങളിൽ പോകാൻ തടസ്സം, സൺഡേ സ്കൂളിന് 7:30 കുഞ്ഞുങ്ങളെ വിടാൻ തടസ്സം, എല്ലാത്തിനും തടസ്സമാണ്. ഇന്ന് ഞാൻ ചോദിച്ചു, സീനിയർ പിള്ളേർ എന്ത് ചെയ്യുന്നു ചോദിച്ചു. സീനിയർ പിള്ളേർ എല്ലാം വീട്ടിൽ പോയിരിക്കുക. നിങ്ങൾ ചെന്ന് ചോദിക്കണം, ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് ഒരു പരിപാടിയുണ്ട് കുർബാനയ്ക്ക് മുമ്പ്. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതിന് വേണ്ടി വിടണം പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്ന വിചാരിച്ച് എല്ലാം വീട്ടിൽ പോവുക, ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നില്ല. ഇന്ന് ഞാൻ ചോദിച്ചു, ഇതൊന്നും ശരിയല്ല. എന്നിട്ട് പറയും മതമായി കയറണമെന്ന് പറയും പിള്ളേർ. എന്നിട്ട് പറയും ഈ ആ ആളുകൾ തന്നെ പറയും പിള്ളേർ മതമായി കയറണമെന്ന് പറയും. പിള്ളേരെങ്ങനെ മതമായി കയറും?
പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുമ്പോൾ ഒരെണ്ണം പോലുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലമുറകളെക്കുറിച്ച് ദൈവബോധം ഉള്ളവരായിട്ട് തീരണം. 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് ഇറക്കി വെച്ചു. ആ 4 പേരുടെ വിശ്വാസം, പക്ഷപാതക്കാരന് സമാധാനം ലഭിച്ചെങ്കിൽ എൻ്റെ നിങ്ങളുടെയും വിശ്വാസം നമ്മുടെ ഭവനത്തിന് സമാധാനം അനുഗ്രഹം ലഭിക്കണം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് യുവനസിക്കുന്ന ദിവസമാണല്ലോ. യുവനസിക്കത്തിൽ നിന്ന് ഒരാൾക്ക് ഈ സമയത്ത് കേട്ട വചനത്തെ ഓർത്ത് മാത്രം പ്രാർത്ഥിച്ചു.